ലാലേട്ടാ, ഇപ്പോൾ തമിഴ് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, നായകന്മാരാണ് നായികമാരെ സെലക്ട് ചെയ്യാറുണ്ട്, നായകന്മാർ തന്നെ നായകന്മാരെ സെലക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രവണത മലയാള സിനിമയിലുണ്ടോ? തമിഴ് സിനിമയിൽ കേട്ടിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒന്നാം നായികമാരില്ല അല്ലേ, വളരെ കുറച്ച്. ഇപ്പം നമുക്കുള്ള നായികമാരെ വെച്ച് തന്നെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നില്ല, വളരെ കുറവാണ്. എസ്പെഷ്യലി സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എൻ്റെ നായികയായിട്ട് അഭിനയിച്ചിരുന്ന 90% ആൾക്കാരിപ്പോൾ ഇല്ല, പുതിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് തോന്നുന്ന പോലെ പറ്റില്ലല്ലോ, ആ കഥാപാത്രമായിട്ട് മാച്ച് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇയാളെ കിട്ടണം എന്നല്ലല്ലോ, നമ്മൾ പറയുന്ന ഒരാളെ കിട്ടണം എന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് ഇപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തിനാണ് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നൊക്കെ നായികമാരെ കൊണ്ടുവരണം. ആ കഥാപാത്രത്തെ ഹോൾഡ് ചെയ്ത് പോകാനുള്ള നായികന്മാരിവിടെ ഇല്ല, വളരെ കുറവാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാര്യം പുതുതായിട്ട് ആൾക്കാർ സിനിമയിലേക്ക് കടന്നു വരണം, ഒരാഗ്രഹം മാത്രം പോലല്ലോ. നമുക്ക് സിനിമയിൽ വന്നിട്ട് അങ്ങനെ ഇടയ്ക്ക് കുറച്ച് കുട്ടികളുണ്ടാകും, അവർ പക്ഷേ മലയാള സിനിമയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് വീണ്ടും തമിഴ് തെലുങ്ക് ഹിന്ദിയിലേക്കൊക്കെ പോവും. അപ്പോൾ നമ്മളങ്ങനെ ഇന്ന ഒരു നായിക വേണമെന്നൊന്നും കാസ്റ്റ് ചെയ്യാറില്ല, ഞാൻ ചെയ്യാറില്ല. അങ്ങനെ അധികം അങ്ങനെ മലയാളത്തിലൊന്നുമില്ല. ഈ പുതുതായിട്ട് വരുന്ന ഇവരെ പോലുള്ള കുട്ടികളാണ് ചെയ്യേണ്ടതൊക്കെ. ഇപ്പം ലാലേട്ടന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അഭിനേതാവാണ്. ലാലേട്ടനൊരു സിനിമ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സംവിധാനം ചെയ്യാൻ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അഥവാ തോന്നി ലാലേട്ടനൊരു ഇതുണ്ടാണെങ്കിൽ എന്നെ അത് ഇപ്പോൾ ഈ സംവിധാനം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. എന്നോട് പലരും ചോദിച്ചുള്ള ചോദ്യമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തില്ല. ഞാൻ അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ അഭിനയിക്കുന്ന കാര്യം നിർത്തിയിട്ട് ഞാൻ അതിലേക്ക് തിരിയണം. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ ആ 2 മണിക്കൂറുള്ള സിനിമ ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ അല്ലെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ആൾക്കാരും കൂടെ അതിൻ്റെ കൂടെ യാത്ര ചെയ്യണം. അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് ഒരു മെസ്സേജോ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ അവരിലായിട്ട് ഉണ്ടാകണം. അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പഠിക്കണം. സിനിമ ചുമ്മാ ഷൂട്ട് ചെയ്താൽ പോരാ, അതിൻ്റെ പോസ്റ്റ് ഷൂട്ടിംഗ് വർക്കിനെ കുറിച്ച് പഠിക്കണം. ഇപ്പോൾ മെഡിസിൻ ഒരു ഡോക്ടറെ പോലെയാണ്, എല്ലാ ദിവസവും ഇത് പഠിച്ചുകൊണ്ടിരിക്കണം. ഇത് ഓരോ ദിവസവും ഭയങ്കര റെവല്യൂഷൻ നടക്കുന്നതാണ് എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ, എസ്പെഷ്യലി സിനിമയിൽ. പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുകയാണ്. നമ്മുടെ ഹോളിവുഡ് ചുമ്മാ സിനിമ കണ്ടോ ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ പുറകിൽ വലിയൊരു എൻജിനീയറിംഗ് വർക്ക് എത്രയോ ആൾക്കാർ ജോലി ചെയ്യുന്നു. അപ്പം അതുപോലെ വായിക്കുകയും അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലേ സിനിമ സംവിധാനം നടക്കുള്ളൂ. പിന്നെ നമുക്കതിനെ തിരക്കഥയെക്കുറിച്ച് നല്ല ധാരണ വേണം, കഥ വേണം, പാട്ടുകൾ, ഇതിൻ്റെ ഒരു എല്ലാ കാര്യത്തിൻ്റെയും ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു വലിയ കുപ്പായം മിടിയിൽ തന്നെയാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു സോങ് എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്രയോ സോങ്ങുകൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫൈറ്റ് എടുക്കാറുണ്ട്, സീൻ എടുക്കാറുണ്ട്. പക്ഷേ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇനി ഒരു പിൽക്കാലത്ത് ഇനിയും ഒരു പക്ഷേ അങ്ങനെ ഒരു മോഹമുണ്ടാകാം, ചിലപ്പോൾ ചെയ്തിരിക്കാം, അത് വേറെ കാര്യമാണ്. അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ചില ആൾക്കാർ പറയണം എന്നായാലും ഒരു സിനിമ സംവിധാനം ചെയ്യണം. എന്നായാലും അങ്ങനെ റൂളൊന്നുമില്ല. സിനിമ സംവിധാനം ചെയ്തില്ലല്ലോ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇത് നല്ല സുഖമുള്ള ജോലിയാണ് അഭിനയിക്കുക എന്ന് പറയുന്നത്, അതിൽ തന്നെ പോകാനാണ് നമുക്ക് താല്പര്യം.